ഇത് ടാങ്കിലിടാൻ മേടിച്ച ജെയിൻ്റ് അരോമയാണ്. ഇത് 35 കിലോ വരെ വരും. ഒരു മോൺസ്റ്റർ ഫിഷാണ്. നോക്കാം, നല്ല ഭംഗിയുണ്ട് കണ്ടോ. ഇച്ചിരി ഹൈറ്റ് കൂട്ടി പിടിച്ച് ക്ലോസ് വ്യൂ ചെയ്ത് കണ്ടോ. അല്ല, അതിന് മുള്ളുണ്ട് അല്ലേ. അങ്ങനെ താക്കാതെ അവിടെ ഇരിക്കാവോ. കണ്ടോ മോൺസ്റ്റർ. ഇതിനൊരു അടി മുള്ളുണ്ട്. ഇതിന് ഇലയൊക്കെ കൊടുക്കാം. നമ്മൾ ടാങ്കിലിട്ട് നോക്കട്ടെ ഇതെങ്ങനെയാണ്. കണ്ടോ, നല്ല രസമുണ്ട്. താഴോട്ടിരിക്കാവോ. ഇരിക്കാവോ. ഇരിക്കുമ്പോൾ പിടിക്കാൻ കുഴപ്പമില്ല. ഇരുന്നോ. ടാങ്കിലിടണം. നല്ല രസമുണ്ട്. നല്ല ഇതിൻ്റെ റെഡ് ഐ ഉള്ളതുണ്ട്, വൈറ്റ് ഐ ഉള്ളതുണ്ട്. ജയൻ്റ് അരോമ എന്താ പിന്നെ രസമാണ്. നോക്കി അപ്പോൾ നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇണങ്ങുന്നതായത്. ഇത് 10-30 കിലോയൊക്കെ ആകുന്നതാണ്. കണ്ടോ, അതിനൊരു മുള്ളുണ്ട് കണ്ടോ. ചേമ്പലയൊക്കെ കൊടുക്കാം, പച്ചക്കറി കൊടുക്കാം. കണ്ടോ, ഇച്ചിരി ഒന്ന് പൊക്കി പിടിച്ച് ക്ലോസ് ആയിട്ട് കണ്ടോ അവൻ്റെ ആ സ്വിമ്മിങ് കണ്ടോ. ഓഹോ, അങ്ങോട്ട് തിരിക്കുക. ആഹാ, കണ്ടോ. ഇത് ചെറിയൊരു മുള്ളുണ്ട്. കണ്ണ് കണ്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വാലൊക്കെ റെഡ് കളറാവും. അങ്ങോട്ട് പിടിച്ചു, അടി പിടിച്ച് സാധനം കൊടുക്കും. അപ്പോൾ പിന്നെ കൈക്ക് വെയിറ്റ് തോന്നുന്നില്ല. കണ്ടോ, ഇതിനെയാണ് നമ്മൾ വളർത്താൻ പോകാൻ, ടാങ്കിലിടാൻ പോകണ്ട. കണ്ടോ അവൻ്റെ ക്ലോസ് വ്യൂ കണ്ടോ. അടിയിലൊരു മുള്ള, കണ്ണിനൊരു മഞ്ഞ റിങ്ങുണ്ട്. പിന്നെ അത് കരിമീനൊക്കെ ഉള്ള പോലത്തെ ഒരു ഷെയ്ഡ്. ഇതിൻ്റെ റെഡ് കളറുള്ളൂ, റെഡല്ല വൈറ്റ് ഉണ്ട്. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ റെഡ് ആകുമെന്നാണ് തോന്നുന്നത്. ജെയിൻ്റ് അരോമയാണ്. കണ്ണു കണ്ടോ. ഈ പരാല് ചെറുമീനൊക്കെ നമ്മൾ പിടിക്കാൻ വരുമ്പോഴേ മാറിപ്പോകും. പക്ഷേ ഇവൻ മാറിപ്പോകത്തില്ല. തീറ്റ കൊടുക്കുമ്പോഴൊക്കെ കയ്യിൽ നിന്നൊക്കെ വന്ന് തീറ്റ എടുക്കും. നല്ല രസമാണ് കണ്ടോ. ഇത് തല കണ്ടോ. കൈ മടുത്ത അവിടെ വെച്ചാൽ മതി. ആഹാ, ഇത് രസമാണെന്നറിയത്. ഉണ്ട് എയർ എടുക്കുക. മേളിൽ നിന്ന് എയർ എടുക്കുന്നുണ്ടോ. മേളിൽ നിന്ന് എയർ എടുത്ത് ചെന്ന് പൊക്കി പിടിച്ചേ. മേളിലോട്ട് മുള്ളുണ്ട്, പുറകിൽ വാലുണ്ട്. നല്ലതായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. എന്തൊരു സൗന്ദര്യം, സൗന്ദര്യറാണി. ആഹാ, എന്തൊരു സൗന്ദര്യം. ചെറിയ നമുക്ക് പിടിച്ചേ.